എന്നിട്ട് നമുക്ക് ഈ സംഖ്യ കിട്ടും. ഈ സംഖ്യ സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ സംഖ്യയും ഈ എണ്ണത്തിനും കൊണ്ട് ഹരിക്കണം. ഹരിച്ച് കഴിഞ്ഞിട്ട് ഈ സംഖ്യ കിട്ടും. അത് കഴിഞ്ഞിട്ട് ST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡേവിയേഷൻ ആണ്. സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ഇതാണ് റൂട്ട്. റൂട്ട് സമം 227.4.5 ഇസ് ഈക്വൽ ടു ഇതിൽ നമുക്ക് 4 എണ്ണ എടുക്കണ്ടു. അപ്പം നമ്മൾ നാലൊക്കെ എടുത്തു. ഇതാണ് ഇതിൻ്റെ ഉത്തരം. എല്ലാവരും പറയും ഇത് ചെറുപ്പത്തിലേ പഠിക്കണം, ജനിച്ചാടും നമുക്ക് പഠിക്കാനൊന്നും ആരും തരുന്നൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്വയം തന്നെ വിചാരിക്കണം. കുറേ മോട്ടിവേഷൻ കിട്ടിയിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയം കിട്ടും. അല്ലാണ്ട് ചിലവർ പറയും ഇതെല്ലാം പഠിപ്പിക്കുമ്പം ശ്രദ്ധിക്കണമായിരുന്നു. ഒരാൾക്ക് മാഷ് പറയുമ്പോൾ ടീച്ചർ പറയുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്തുള്ളവരാണ് പറഞ്ഞു തരുന്നുണ്ട്. അവർ തന്നെ ഇങ്ങനെ പറയുമ്പം വല്ലാത്ത ഫീലാവും. കാരണം അവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുകയായിരിക്കും. അത് വെച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇതേപോലെ ഇത് ഗുണിക്കണം, ഇന്നത് കുറക്കണം എന്ന് എഴുതി വെച്ച് നമുക്ക് ഓർമ്മയിൽ നിൽക്കും. അതിനിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇത് കുറച്ച് ഇംഗ്ലീഷും പറഞ്ഞെന്ന് ആടെ വിട്ട് ഇത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് 6 മാർക്കാണ്. നമുക്ക് എഴുതാനെല്ലാം സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്നത്. എല്ലാം അങ്ങനെ തന്നെ. അതിൽ ഇപ്പോൾ ഇനി ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എടുക്കണം എന്നൊന്നുമില്ല. സയൻസ് എടുത്താൽ ടഫ് തന്നെ. അത് ഏതെടുത്താലും ടഫ് തന്നെ. അത് മനസ്സിലാക്കി പഠിക്കുന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ എത്തും. അതിന് ആദ്യം പറഞ്ഞു കൊടുക്കാനും പറയുന്നത് കേൾക്കാനുമില്ല മനസ്സ് ആദ്യം വേണ്ട. താങ്ക് യു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.